തന്നെയുണ്ട്, അതും പൂവിനകത്ത്. പുരുഷന്മാരുടെ ഒരു കാണാപ്പാടമാണല്ലോ ഈ പ്രയോഗം. എങ്കിലും നീ ഇത് വാങ്ങിക്കളഞ്ഞില്ലോടി. നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു വസ്തു ഒരാൾ തന്നിരിക്കട്ടെ, നീ ആണെങ്കിൽ എന്ത് ചെയ്യും? ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തു, ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന് കൂടി ചേർത്താൽ ഉത്തരം ഈസി. ഞാനാണേലും വാങ്ങും. എങ്കിലും പെട്ടെന്ന് അങ്ങനെ വാങ്ങാൻ പാടില്ലായിരുന്നല്ലേടി? ഒരിക്കലും പാടില്ലായിരുന്നു. അയാൾ വെച്ച് നീട്ടി, നീ വാങ്ങി. ഇതിലെന്താടി ഒരു ത്രില്ല്? ഞാനായിരുന്നെങ്കിൽ അയാളെ ചുരുങ്ങിയതൊരു 50 പ്രാവശ്യമെങ്കിലും നടത്തി വായി വരുന്നതെല്ലാം പറഞ്ഞ് ആളൊരു പരുവമാവുമ്പോ പതുക്കെ തുടങ്ങും. ആദ്യം ഒരു ചിരി, കിക്കിക്കുന്നല്ല, ചുണ്ടിൽ മാത്രം. പിന്നെ പറയണോ, എതിർപക്ഷത്തിന് അത് മതി. ഊണില്ല, ഉറക്കമില്ല, കുളിയില്ല, ജപമില്ല, കണ്ണിലും മനസ്സിലും ഞാൻ മാത്രം. അങ്ങനെ ആദ്യം നമ്മൾ സ്ത്രീകൾക്ക് ഒരു വിലയുണ്ടെന്ന് വരുത്തുക. പിന്നെ പ്രേമം, വിവാഹം. സമ്മതിച്ചോ? അല്ല, സമ്മതിച്ചോന്ന്? ഇത് പാക്ക് ചെയ്യൂ. ആരാ ബില്ല് പേ ചെയ്തത്? ഞാനാണ്. കുറച്ചുകൂടെ അന്തസ്സായി പെരുമാറൂ പ്ലീസ്. എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഒരു പൂ വാങ്ങിയെന്ന് കരുതി എന്തു ആകാമെന്നാണോ? ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? എന്നെ എങ്ങനെ ഇഷ്ടപ്പെടണ്ട? അല്ല, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതെന്തൊരു പാടാണ്. പ്ലീസ് ഒന്ന് പതുക്കെ പറ. നമ്മൾ തമ്മിൽ അടിവെച്ചാൽ ആള് വന്ന് വിചാരിക്കും. ഗുഡ് മോർണിംഗ് ട്യൂബർ ആൻഡ് ട്യൂബർ. അറിഞ്ഞുണ്ട് സർ, സം ക്രോസ് കണക്ഷൻ. ക്രോസ് കണക്ഷൻ? അതെ. അതായത് ലൈനിനു മേലെ ലൈൻ. ഈ കണ്ണും കവളും ചൊടിയും കാണുമ്പോ വയലാറിനാണ് ഓർമ്മ വരുന്നത്. എന്താ എന്നോട് സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറയാത്തത്? സ്നേഹം പ്രകടമാണെങ്കിലല്ലേ സ്നേഹിക്കപ്പെടാനാവും. തിരിച്ചു സ്നേഹിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടുമല്ല. ഈ ലോകത്ത് ബന്ധുക്കളായ സ്വന്തക്കാരായോ എനിക്കാരുമില്ല. നിങ്ങളൊക്കെ പണക്കാർ. നിസ്സാരമെന്ന് പറഞ്ഞ് കണ്ണടച്ചാൽ നഷ്ടപ്പെടുന്ന എന്റെ ജീവിതമാണ്. അനാഥ എന്നെ വെറുതെ വിടൂ പ്ലീസ്.
ഞാൻ ഓഫീസ് വഴിക്കാണ്. വിരോധമില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. ബസ് വരേണ്ട സമയമായി. ബുദ്ധിമുട്ടണമെന്നില്ല. ഓ, എന്ത് ബുദ്ധിമുട്ട്? സന്തോഷമുള്ള കാര്യമല്ലേ? അല്ല, എന്നെ ഡ്രൈവറാക്കുവാണോ? ഇന്നലെ ഞാൻ അശേഷം ഉറങ്ങിയിട്ടില്ല. എവിടെ കിടന്നാലും എല്ലാം മറന്നുറങ്ങുന്നയാളാ ഞാൻ. ഇന്നലെ ആനി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നേരം വെളുപ്പിച്ചു. തുറന്നു പറഞ്ഞതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല. മിച്ചം ലാഭമാണെങ്കിൽ. ആനി പറഞ്ഞതുപോലെ ഈ ലോകത്ത് ആരുമില്ലാത്തവനാണ് ഞാൻ. ആരുമില്ലാത്ത രണ്ടുപേരൊന്നു ചേരുമ്പോൾ രണ്ടുപേർക്കും പറയാൻ ആരെങ്കിലും ആയില്ലേ? ജീവിച്ചു പോകാൻ അല്ലറ ചില്ലറ മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ സ്വന്തമെന്ന് പറയാൻ ഒരാളായ സ്ഥിതിക്ക് നമുക്ക് സ്നേഹിച്ചു തുടങ്ങാം, അല്ലേ? അല്ല, ഞാൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന് പറയുകയായിരുന്നു. ഇത് ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. എനിക്കറിഞ്ഞൂടാ. ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്. വളരെ കുറച്ച് പരിചയമുള്ള ഒരാൾ പെട്ടെന്ന് പറഞ്ഞു എന്ന് കരുതി തള്ളിക്കളയുകയും അരുത്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. മനസ്സിൽ വയ്ക്കാൻ ഇപ്പൊ ഇത്ര മാത്രം. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ, രക്ഷിക്കാൻ എനിക്ക് കഴിയും. മനസ്സിൽ വയ്ക്കാൻ പറഞ്ഞാൽ സഹതാപം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ട്. മറുപടി രണ്ടായാലും എനിക്ക് ആനെ ഇഷ്ടമാണ്.